ഈ ബെഞ്ച് ഇവിടെ കിടന്നാൽ ശരിയാവത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് ഈ രണ്ട് അടയ്ക്കാമൊരു ബാക്ക്ഗ്രൗണ്ട് കിട്ടും. ഇങ്ങനെ ഇരുത്തിയെടുക്കാം. അല്ലെങ്കിൽ വേണ്ട, എല്ലാവരും കൂടെ നിർത്തിയെടുക്കായിരിക്കും അല്ലേ? അത് ഒരു ഭംഗിയായിരിക്കും. ഇങ്ങനെ നിന്നാ നല്ല ഭംഗി ഉണ്ടാവില്ലേ? അതെ, അച്ഛൻ വന്നേ. എന്തേ വന്നേ, എന്താടി റെഡി ആവണ്ടേ? അത് റെഡി ആയിക്കൊണ്ടിരിക്കല്ലേ. ആ ഫോട്ടോഗ്രാഫർ ഇപ്പൊ ഇങ്ങോട്ട് വരും, അതിനുവേണ്ടി ഫ്രെയിം ഫിക്സ് ചെയ്യല്ലേ ഞാൻ. ഈ റെഡി ആവലല്ല, ഈ കോലം റെഡി ആക്കണ്ടേന്ന്. സമാനം ഉണ്ട്, അയാൾ ഇങ്ങോട്ട് വരും, പെട്ടെന്ന് റെഡിയാക്കണം. അച്ഛൻ റെഡി അല്ല, ഇങ്ങോട്ട് വന്നേ. എടി ഞാൻ റെഡിയാ, നീ എന്തോ റെഡിയാവാനാ? ഈ കോലത്തില്ല. എന്തോന്ന് കോലം? ഇതൊക്കെ കറക്റ്റ് കോലം തന്നെയാ. അഴിച്ചിടും, നല്ല ഡീസന്റ് ആയിട്ട് ഞാൻ നിന്ന് കൊടുക്കും, അവനെടുക്കും. എന്റെ അച്ഛൻ ഇനി ഈ നൂറ്റാണ്ടിൽ നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. വേണ്ട. അതുകൊണ്ട് അച്ഛൻ നല്ല കുട്ടപ്പനായിട്ട് സുന്ദരനായിട്ട് നിൽക്കണം. ഇനി ഈ നേരത്തെ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോവാനാ? ഞാൻ ഇവിടെ ഉള്ളപ്പോഴാ ബ്യൂട്ടി പാർലറാ? നീയാ? അത് എനിക്ക് എന്താ പ്രശ്നം? അയ്യേ, ഞാൻ നല്ല സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യും. നീ നല്ല സൂപ്പറായിട്ട് മേക്കപ്പ് ചെയ്യണ്ട, നീ ചെയ്യത്തുമില്ല. അപ്പൊ അച്ഛനും എന്നെ പുച്ഛമല്ലേ? കൊള്ളാം. ഇനി പുച്ഛമല്ല, നിനക്ക് ചെയ്യാൻ അറിയാവോ? കാര്യമായിട്ട് വെച്ചതാ. ചെയ്യണോ വേണ്ടയോ? നീ അതും പറഞ്ഞ് പിണങ്ങണ്ട, വാ നമുക്ക് പോയി ചെയ്യാം. ഞാൻ അച്ഛന് സുന്ദര കുട്ടപ്പനാക്കും. നീ സുന്ദര കുട്ടപ്പനൊന്നും ആക്കണ്ട, ഈ പ്രകാശനാക്കിയാ മതി. വാണേ. ചേട്ടാ, ഞാൻ ആംബുലൻസ് വിളിക്കണം. അല്ല, ഞാൻ ആംബുലൻസ് വിളിക്കണോ? നിന്റെ ബോഡി എടുക്കാനാ? അല്ല, ചേട്ടന്റെ ബോഡി കൊണ്ടുപോയി. എന്റെ കയറത്തിൽ നിന്ന് മാറി നിന്നു. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പോ. ഈ ദേഷ്യം വലിയ കാര്യമായി പോയി. മാർ ഓ കഴിക്കുന്നു. അല്ലടാ, നിങ്ങൾ രണ്ട് ഈ ഫാമിലിയിലുള്ളവന്നല്ലേ? എന്താണ് ചോദിച്ചതിന് ഉത്തരം തരാത്തെ? ഫാമിലി ഉള്ളതല്ല, എന്താ പോലെ കണ്ടാ മനസ്സിലാവില്ലേ? പിന്നെന്താടാ ഫാമിലി ഫോട്ടോ എടുക്കാൻ വരാത്തെ? അതിന് ചേട്ടന്റെ ഈ ചൊറിച്ചില് കഴിയണ്ടേ? എനിക്ക് നാണമില്ലടാ സഞ്ജു, ആ ചെക്കനെ ഇട്ട് ഇങ്ങനെ ചൊറിയാൻ വേണ്ടിട്ട്. എന്റെ ചൊറിയുടെ കാര്യം അല്ല അമ്മ. ഇതുണ്ടോ, ഇത് ചൊറിച്ചില് നല്ല പോലെ ചൊറിയുന്നുണ്ടാ? പിന്നെ ചൊറിച്ചിൽ അൺസഹിക്കപ്പെടാമോ? ഇത് വായിലോട്ടും പോയിട്ട് വായും കഴിക്കുന്നു. അയ്യോ, എന്നാ ഒരു കാര്യം ചെയ്യാം. ഫോട്ടോ എടുക്കുന്ന സമയത്ത് മക്കൾ ചൊറിയാൻ ഇങ്ങനെ തോന്നുമ്പോ ഫോട്ടോ എടുത്തു കഴിഞ്ഞിട്ട് ചൊറിഞ്ഞോ. അമ്മയ്ക്ക് എന്റെ അവസ്ഥ എവിടെ? അതോ ഒരു ഫാമിലി ഫോട്ടോ ആവരുത്. അമ്മ, എന്നെ പറ്റിയത് ഞാൻ പറഞ്ഞുതരാം. ഒരു പ്രാവശ്യം മധുവേച്ചിന്റെ ഏതോ ഒരു ലൈവ് സ്ട്രീമിന് ഏതോ ഒരു പെണ്ണുമുള്ള ചേട്ടന് മീശ വെച്ചാൽ രസം ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇത് ചേട്ടൻ ചെന്ന് അച്ചമ്മയോട് പറഞ്ഞു. അച്ചമ്മ എന്തൊക്കെയോ ഒരു പച്ചമരുന്നൊക്കെ കലക്കിയിട്ട് മീശ ഒക്കെ വരും എന്ന് പറഞ്ഞിട്ട് ചേട്ടന് കലക്കി കൊടുത്തു. അപ്പോഴാണ് ഇത് സംഭവിച്ചത്. ഇവനെ വിളിച്ചോണ്ട് പോകറി എല്ലാം കൂടെ ചെവിക്ക് വിളിച്ചിട്ട് സൗകര്യം കിടത്താൻ. ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് കൊണ്ടല്ലടാ ഞാൻ പറയുന്നത്. ഒന്ന് പെട്ടെന്ന് ഒരുങ്ങി വാ. ഫാമിലി മെമ്പർ അല്ല, നിങ്ങൾ പോയി എടുത്തോ. മാറും ഇനി ഫോട്ടോയും വേണ്ട. ഒരു തേങ്ങ കല്യാണം എല്ലാം കഴിച്ച് മക്കളായി എന്റെ സ്ഥാനത്ത് എത്തുമ്പോൾ എനിക്ക് ഇതിന്റെ എല്ലാം വില മനസ്സിലാവുള്ളൂ. അമ്മ എടുത്താനാ ഈ ചൊറന്നൂടെ ഞാൻ പ്രസവിക്കാൻ കൂടെ ചെയ്യാം. പോ. പ്രസവിക്കാനാ പറഞ്ഞത്? അല്ല അമ്മ, അപ്പൊ എനിക്ക് കല്യാണം കഴിക്കുമ്പോ ഈ ഇതൊക്കെ അറിയാൻ പറ്റും? ഉണ്ടാണ്ടിക്കടാ ചക്ക മുട്ടയും തിരിഞ്ഞിട്ട് അതിന് മുമ്പിലെ ഓരോന്ന് ചോദിച്ചോണ്ടിരിക്കുന്നത്. എടാ എനിക്ക് ചൊറിയുന്നല്ലടാ. കേറി പോക്കോ, ഞാൻ വല്ല പറയും കേട്ടോ. മക്കള് പോയിട്ട് ഡ്രസ്സ് മാറ്റി, വേറെ ഡ്രസ്സ്. അല്ല, ഞാൻ ഈ ഡ്രസ് ഇത് വേണ്ട, ഇത് ശരിയില്ല. ഇതാണ്. എടാ സഞ്ജു, ഈ ഡ്രസ്സ് മതി. എടാ ഇവനെ നോക്കിയടാ, നല്ലുണ്ടാ? ഒരു കോണമോ തുന്നിക്കോളൂ, അവൻ ഇട്ടോളൂ. നീ വാ, ഞാൻ മുടിയെല്ലാം ചെയ്ത് വൃത്തിയാക്കി തരാം. പെട്ടെന്ന് വാട്ടാ. ആ എടുക്ക്. ഇങ്ങോട്ട് വാടാ.